ഞാൻ അവനെ അത്ര പോകുമ്പോ കൊണ്ടുവരും. ഒരു ജലദോഷം വന്ന അപ്പ കൊണ്ടുവന്ന് കാണിക്കും. അപ്പോ ഡോക്ടർ അച്ഛൻ പറയും, ഇങ്ങനെയുള്ളതിനൊന്നും ഇവിടെ കൊണ്ടുവരണ്ട, ഇതൊന്നും പേടിക്കാനൊന്നുമില്ല, സാധാരണ ജലദോഷമാണ്, അങ്ങോട്ട് മാറിക്കോളും. അത്ര പേടിച്ചത്, അത്ര കണ്ണിലുണ്ണിയായിട്ട് വളർത്തിയതാണ്. എന്നതാ ഇപ്പൊ അവസ്ഥ? തന്റെ കള്ളയൊന്നും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. നോക്കായികല്ല, അവരുടെ കാര്യങ്ങൾക്കൊന്നും എപ്പോഴും അവര് പ്രാപ്തരല്ല. അവരുടെ കാര്യങ്ങളൊക്കെ എപ്പോഴും ഞങ്ങള് രണ്ടാളും തന്നെ നോക്കണം എന്നാ ധാരണ. അതൊന്നുമില്ല, അത് നിങ്ങളിങ്ങനെ അവരെ വിടാതെ കെട്ടിപ്പിടിച്ച് വെച്ചോണ്ടിരിക്കുന്നുണ്ടോ? അങ്ങ് വിട്ടോളേ, അവർക്ക് തന്നെ തന്നെ വളരട്ടെ. ഇതല്ലാണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി ഇങ്ങനെ അസുഖം കൂടിയിട്ട് വന്നാൽ ഞാൻ വിളിച്ചാൽ കിടത്തുവേ. മരുന്ന് ആഹാ, ഇത് മരുന്ന് കഴിക്കുന്നില്ലയോ? അതാദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കും ഡോക്ടറെ. ആവി പിടിച്ചാ പോരാ. എന്നെ ഉപദേശിക്കുന്ന ആള്, ഞാൻ ഈ ചുമയും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി ഇയാള്. അപ്പൊ ഞാൻ പറയും, ഒന്ന് ആശുപത്രിയിൽ പോ, അല്ലെങ്കിൽ വിട്ടോ ഡോക്ടറെ ഒന്ന് പോയി കാണും. അത് കൂട്ടാക്കില്ല. അവൾക്ക് ഈ സാധാരണ നാട്ടുവൈദ്യമൊക്കെ മതി. എനിക്ക് എന്തെങ്കിലും വരുമ്പോഴാ ആശുപത്രിയിൽ കൊണ്ടുവരാൻ നിർത്തി. ഇത് സംഗതി എനിക്ക് മനസ്സിലായി. നിങ്ങൾ ആ മോൻ ചെറുക്കൻ്റെ കൂടെ അങ്ങനെ പോകുന്നു, ഈ അമ്മയ്ക്കാണെങ്കിൽ നിങ്ങളെ പിന്നാലെ ഓടുന്നു. അപ്പൊ അവർക്കും അസുഖം മാറുന്നില്ല, നിങ്ങൾക്കും അസുഖം മാറുന്നില്ല. നല്ല ചുമയുണ്ട്. ഇതിപ്പോ ഞാൻ ഒരു ഇഞ്ചക്ഷൻ എഴുതി തരാം. അല്ല, അത് കുറയത്തില്ല. ഇഞ്ചക്ഷൻ പേടിയാ, ഗുളിക എന്തെങ്കിലും ഉണ്ടെങ്കിൽ. എന്നാത്തിനാ പേടിക്കുന്നേ? ഞാനിപ്പോൾ എഴുതുന്ന മരുന്നുണ്ടല്ലോ, ഇത് ഒരാഴ്ച അങ്ങോട്ട് കഴിക്കണം. കഴിച്ചേച്ച് എന്നെ വന്ന് കാണണം കേട്ടോ. ഓ, അതോ ഇനി ഇതിന് മുടക്കം വരുത്തുവോ? ഇല്ല, വരാം. വരാം, എനിക്ക് വയ്യ ഡോക്ടറെ, നല്ല ക്ഷീണം. ക്ഷീണം ഉണ്ടാവും, വയ്യക്ക്. അത് കാഴ്ചയൊക്കെ ഉണ്ട്. റിസൾട്ടിലല്ല അപ്പടി ക്ഷീണം. അമ്മച്ചിയെ, അമ്മച്ചി ഈ മരുന്ന് മേടിക്കണം, ആ ഇഞ്ചക്ഷനും എടുത്തേക്കണം കേട്ടോ. ഞാൻ അപ്പച്ചനെ ഞാൻ എഴുതുന്നുണ്ട്. അപ്പച്ച പറ്റിയല്ല, ഈ പരിപാടിയൊന്നും നമുക്ക് പറ്റിയല്ല കേട്ടോ. രണ്ടാളെയും കൂടെ ഞാൻ ഇവിടെ അങ്ങ് കൂട്ടും. അതെ, കൊച്ചുമകളൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെ കൂട്ടത്തിൽ നിർത്തണ്ട. നമ്മുടെ ആരോഗ്യം നോക്കണ്ടേ? നല്ല പ്രായത്തിൽ മോനെയൊക്കെ നല്ല പോലെ നോക്കി വളർത്തി ഒരു കരയ്ക്ക് പറ്റിച്ചില്ലയോ? ഇല്ലെങ്കിൽ തന്നെ അവർ വളരട്ടെ, നമ്മളാരോഗ്യം നോക്കണം. അവരൊക്കെ എപ്പോഴും തിരക്കില്ല. തിരക്ക് വാഴയ്ക്ക തന്നെ തള്ളേനെ നോക്കിയിട്ടുള്ള തിരക്കൊക്കെ മതി, അല്ലാത്ത മക്കളെ പിന്നാലെ കൂടണ്ട. ആയിക്കോട്ടെ, ഇറങ്ങാം. കേട്ടല്ലോ. മറിമായം